അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബൂലഹബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ നിരന്തരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും അവിടുത്തേക്കെതിരെ എതിർസ്വരങ്ങൾ ഉയർത്തിവിട്ട ആളാണ്. വിശുദ്ധ ഖുർആൻ പേരെടുത്ത് ആക്ഷേപിക്കുകയാണ്. കാലാകാലം നരകത്തിൽ അധിവസിക്കുമെന്ന് ഖുർആൻ പ്രഖ്യാപിച്ച ശത്രുപാളയത്തിലെ പ്രമുഖരായ ഒരാളാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ എന്ന് ഖുർആൻ പ്രത്യേകമായി ആക്ഷേപിച്ചു പറഞ്ഞു. അബൂലഹബ് മരണപ്പെട്ടതിൻ്റെ ശേഷം അബൂലഹബിൻ്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുകയാണ്. ആ കണ്ട ആരാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളുടെ മരണത്തിൻ്റെ ശേഷമുള്ള അവസ്ഥ എന്താണ്? അബൂലഹബ് പറഞ്ഞു, എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഗൈറ അന്നി സുഖീതു ഫീ ഹാദിഹി ബിഇതാഖതി സുവൈബ. പക്ഷേ ഞാൻ സുവൈബയെ മോചിപ്പിച്ച കാരണത്താൽ എനിക്ക് വെള്ളം കുടിപ്പിക്കപ്പെടുന്നുണ്ട്, അഥവാ നരകത്തിൽ നിന്ന് വെള്ളം കിട്ടുകയാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, സുവൈബ അബൂലഹബിൻ്റെ അടിമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയായ അബ്ദുള്ളയുടെ സഹോദരനാണ് അബൂലഹബ്. സുവൈബ വന്ന് പറയുകയാണ്, നിങ്ങളുടെ സഹോദരനായ അബ്ദുള്ളക്ക് ഒരു ആൺകുഞ്ഞ് പറഞ്ഞു. ആ സന്തോഷത്തിൽ അബൂലഹബ് സുവൈബയെ മോചിപ്പിക്കുകയാണ്. ആ ഒരു കാരണത്താലാണ് അബൂലഹബിന് നരകത്തിൽ പോലും ശിക്ഷയ്ക്ക് ഇളവ് കിട്ടാനുള്ള കാരണം. സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട അൽ ഹാഫിൽ ശംസുദ്ദീൻ ഇബ്നു നാസറുദ്ദീൻ ദിമിഷ്കി അവിടുത്തെ കിതാബായ മൗലിദുൽ സ്വാദി ഫി മൗലിദിൽ ഹാദി എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഒരു ബൈത്ത് അവിടെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദ അതാ അന്നഹു ഫി യൗമിൽ ഇസ്നൈനി ദായിമ യുഖഫഫു അൻഹു ലിസുറൂരി ബി അഹ്മദ. അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് അടിമയെ മോചിപ്പിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നരകത്തിൽ ശിക്ഷയ്ക്ക് ഇളവ് കിട്ടുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നത്, ഫമല്ലന്നു ബിൽ അബ്ദില്ലദീ തൂലു ഉംരിഹി ബി അഹ്മദ മസ്റൂറൻ വമാത മുവഹിദ. ഒരു കാഫിറിന് പോലും നരകത്തിൽ ശിക്ഷ ഇളവ് കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചത് കാരണമായെങ്കിൽ പിന്നെ ഒരു മുഅ്മിനിൻ്റെ അവസ്ഥ എന്താണ്? അദ്ദേഹം മുസ്ലിമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാത പിന്തുടർന്ന് അവിടുത്തെ പേരിൽ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് മരണപ്പെട്ടൊരു മുഅ്മിനായ മനുഷ്യന് എത്രമാത്രം സൗഭാഗ്യങ്ങളും പ്രതിഫലവുമാണ് കിട്ടുക എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അൽ ഹാഫിദ് സുയൂത്തി ഇമാം, അതുപോലെ തന്നെ ഇമാം അൽ ഖുറ ഇബ്നുൽ ജസരി അർഫ് താരീഫ് എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഖസ്തല്ലാനി ഇമാം അൽ മവാഹിബുൽ ലദുന്നിയയിലൊക്കെ ഈ സംഭവം വിശദീകരിക്കുകയാണ്.